ഭൂമിയിലെ സമ്പത്തിനെ മാത്രം തേടാതെ ദൈവസന്നിധിയിൽ വിലയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക? പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹായിച്ച്, പങ്കുവച്ച്, നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകളിൽ അവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ച് നമ്മുടെ സ്നേഹം നമ്മൾ പങ്കുവയ്ക്കണം. യേശുവിനെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കേണ്ടത്, അവരോട് ചേരേണ്ടത് നമ്മുടെ സഹോദരങ്ങളിൽ അവിടുത്തെ മുഖം ദർശിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ മുഖം നമ്മുടെ സഹോദരങ്ങളിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും കുറവുകളുള്ളവരാണ്, പോരായ്മകളുണ്ട്, പലതരത്തിലുള്ള തെറ്റുകൾ നമുക്കുണ്ടാകാം. എന്നാൽ അവയെല്ലാം ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മൾ കണ്ടുമുട്ടുന്നവരോട്, നമ്മൾ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവോ അവിടെയെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മക്കളോടും ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ശരിക്കും യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അത് തന്നെയാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കാറായ അവസാന നിമിഷങ്ങളിൽ എന്താണ് പറഞ്ഞത്, എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. തന്നെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച ആ മക്കളോട് കരുണയോടെ കാണാൻ, കരുണയോടെ പ്രവർത്തിക്കാൻ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ യേശുവിന് കഴിഞ്ഞു. അത് തന്നെയാണ് യേശു പഠിപ്പിച്ച പാഠം തന്നെയാണ് നമ്മളും ഈ ലോകത്തിൽ അനുവർത്തിക്കേണ്ടത്. നമുക്കറിയില്ല നമ്മുടെ അന്ത്യം എപ്പോഴാണെന്ന്. ഏതു നിമിഷവും മരണം സംഭവിക്കാം. എന്നാൽ ഈ മരണത്തിന് മുൻപേ തന്നെ നമുക്ക് നമ്മെ തന്നെ നന്നായി ഒരുക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്.